ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഇപ്പോ വഖഫ് ബോർഡിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എതിർഭാഗത്ത് വലിയ രൂപത്തിലുള്ള കുപ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ BJP ആണ് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുന്നതിന്റെ സീരിയസ്നെസ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ഒരു മതവിഭാഗത്തെ ബാധിക്കുന്ന വിഷയമല്ല. ഈ രാജ്യത്തിന്റെ അടിത്തറയെ തന്നെ ഇളക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് ലോകത്തെ അറിയിക്കുന്നത് ഒരുപക്ഷെ ജനം ടിവിയും ഷെക്കൈന ന്യൂസും മറ്റുമൊക്കെ തന്നെയാണ്. ഇപ്പോ BJPയും ക്രിസംഖികളും ചേർന്ന് BJPയുടെ വഖഫിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു എന്ന തോതിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. വഖഫ് ബോർഡിന്റെ പക്കലുള്ള കോടിക്കണക്കിനായ സ്വത്ത് അപഹരിച്ചെടുത്ത് വീതം വയ്യ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP ഗവൺമെന്റും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ക്രിസംഖികളും കത്തോലിക്ക വൈദികരും പെന്തക്കോസ്ത് പാസ്റ്റർമാർ സാമൂഹ്യ മാധ്യമങ്ങളിലെ വർഗീയവാദികൾ ഒന്നടങ്കം അണിനിരക്കുന്നു എന്ന നിലയിൽ വല്ലാതെ കലഹിച്ച് കരഞ്ഞു അലിയാർ കാസിമി ഉസ്താദ് ഇത്തരക്കാരെ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന രൂപത്തിൽ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വഖഫ് നിബന്ധനകളിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ വാദത്തിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 10 അബ്ദുൽ നാസർ മദനി ചേർന്നാൽ ഒരു അലിയാർ കാസിമി. അത്രമാത്രം വിഷം വമിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അലിയാർ കാസിമി. അദ്ദേഹം പറയുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരോടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു വെറുപ്പ് ആശയങ്ങളെയോ വസ്തുതകളെയോ വിഷയങ്ങളെയോ അല്ല അദ്ദേഹം എതിർക്കുന്നതെന്ന് നമുക്കൊരു കുഴപ്പമില്ല. മറ്റെത്രയോ ഇസ്ലാം മത പ്രഭാഷകരുണ്ട് യുക്തിവാദികൾക്ക് മറുപടി നൽകുന്നവർ. ഇതങ്ങനെയല്ല. അരാജകത്വ ജീവിതം നയിക്കുന്നവരാണ് യുക്തിവാദികൾ. ഏത് യുക്തിവാദിയാണ് ഇവർ അരാജകത്വ ജീവിതം നയിക്കുന്ന രൂപത്തിൽ കണ്ടിട്ടുള്ളത്? പക്ഷേ ലക്ഷക്കണക്കിന് മതജീവികളെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. ജയിലുകളിൽ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഉസ്താദുമാരുകളുണ്ട്. കുഞ്ഞുങ്ങളെ പോലെ കാണാത്ത മതപ്രചാരകരുണ്ട്, പ്രഭാഷകരുണ്ട്. എന്തു പറയുന്നു? കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നത് ആരാ? സ്വന്തം മക്കൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്ത പിതാക്കന്മാരുണ്ട് ജയിലുകളിൽ. ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ പ്രവാചകൻ 6 വയസ്സുള്ള ആയിഷയെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്നവരെ, ആ കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറയുന്നവരെ ഈ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ് കാസിമിയുടെ വാദം. കാരണം അലിയാർ കാസിമിയുടെ മനസ്സിൽ ഇതൊരു പാകിസ്ഥാനാണ്, മതരാഷ്ട്രമാണ്. ശരീഅത്ത് നിയമപ്രകാരം ഇസ്ലാമിനെ എതിർക്കുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന രാജ്യമാണ്. ഏതാണ്ടെല്ലാ മുസ്ലിങ്ങളുടെയും കോൺസെപ്റ്റ് അത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ നല്ലത് എന്ന് പറഞ്ഞതിനെ അംഗീകരിക്കുകയും ചീത്ത എന്ന് പറഞ്ഞതിനെ നിരാകരിക്കുകയും ചെയ്യാത്തിടത്തോളം ഇവരെ ആരെയും ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയില്ല. വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു നിരവധി ആളുകൾ വാട്സാപ്പിൽ ബന്ധപ്പെടുകയും ഒരു വീഡിയോ ഈ നിലയിൽ ചെയ്യണം എന്നും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരക്കുകൾക്കിടയിൽ ഞാൻ വസ്തുതകൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ. ഈ വഖഫ് എന്ന ആശയത്തിന്റെ ആവിർഭാവം തന്നെ ഒരു തികഞ്ഞ വഞ്ചനയായിരുന്നു. മുഹമ്മദിന്റെ അനുഗാമികളിൽ അതിക്രൂരനായിരുന്ന ഉമർ. അപ്പോൾ ഉമർ ഒരു ജൂതന്റെ പക്കലിരുന്ന ഏക്കർ കണക്കിന് മനോഹരവും അതുപോലെ തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ നൽകുന്നതുമായ ഒരു തോട്ടം അത് സ്വന്തമാക്കുന്നു. സമക്ക് എന്നറിയപ്പെടുന്ന ഈ തോട്ടം സ്വന്തമാക്കിയ ഉമർ ഇത് പ്രവാചകന് സമർപ്പിക്കാൻ വന്നപ്പോൾ, മുഹമ്മദിന് അല്ലെങ്കിൽ കൊടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം കൂടി പറയട്ടെ. പ്രവാചകന്റെ മകൾക്ക് സ്നേഹത്തോടുകൂടി ഫദക്ക് എന്നറിയപ്പെടുന്ന ഒരു ഭൂമി പതിച്ചു നൽകി. പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ കുടുംബത്തിന് അനന്തരാവകാശം നൽകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫദക്കിലെ ഭൂമി ഉമർ പിടിച്ചു വാങ്ങി അവരുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ആയിഷയെയും ഫാത്തിമയെയും അലിയെയും ഒക്കെ പാപ്പരാക്കി മാറ്റിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ഉമർ. പ്രവാചകന്റെ ചരിത്രങ്ങളിൽ ഉടനീളം പരതിയാൽ ഫാത്തിമയെ കൊല്ലാനും കാരണക്കാർ ഇവർ തന്നെയാണ്. അബൂബക്കർ മരിച്ചിട്ട് ഫാത്തിമ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. 4 മാസം ഗർഭിണിയായിരുന്ന ഫാത്തിമയുടെ അടിവയറിന് ചവിട്ടേറ്റാണ് കൊല്ലപ്പെട്ടത് എന്നുണ്ട്. ചവിട്ടിയ ആളുകളുടെ പേര് പറയുന്നതിൽ പ്രവാചകൻ 10 പേർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളുടെ പേരുകളുണ്ട്. ഇത് വഴിയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അതുപോലെ സാധുക്കൾക്കുമൊക്കെ ഉപകാരം വരുന്ന ഒന്നാക്കി നീ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. പലപ്പോഴും ഈ ജൂതന്റെ പക്കല് അവന്റെ മക്കളും അവനുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണിതെന്ന് സമരാർജിതമായി കിട്ടിയതാണ് എന്നുമുള്ള വസ്തുത
പലപ്പോഴും ഇസ്ലാമിക പ്രഭാഷകർ മറച്ചു വെച്ചിട്ട് പറയും ഈ സമക്ക എന്ന തോട്ടം അതിലെ ഈ കാര്യങ്ങളെല്ലാം വെറുതെ ഇങ്ങനെ ദാനം ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ ഈ പിന്നാമ്പുറ കഥകൾ നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴാണ് വസ്തുതകൾ ഇവർക്ക് ബോധ്യം വരും. സാഹിബ് ബുഖാരി ബുക്ക് നമ്പർ 51 അതിലെ ഹദീസ് നമ്പർ 20 നിങ്ങൾ വായിച്ചാൽ ഈ പറയുന്ന വസ്തുതകൾ ബോധ്യം വരുന്നതാണ്. ഇതുപോലെ തന്നെ അനവധി ഇടങ്ങളിൽ നിന്ന് അക്കാലഘട്ടത്തിൽ നേടിയെടുത്ത സ്വത്തുക്കളിൽ പലതും പൊതുജനങ്ങൾക്ക് എന്ന നിലയിൽ വക്കഫ് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. വക്കഫ് എന്ന വാക്കിനർത്ഥം തടഞ്ഞു വെക്കൽ എന്നാണ്. അപ്പോൾ തടഞ്ഞു വെക്കൽ എന്നതിൻ്റെ അർത്ഥം വക്കഫിന്റെ അധികാരി അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടതാണ് വക്കഫ്. അപ്പോൾ അള്ളാഹു ഈ വക്കഫിന്റെ പരമാധികാരിയാണ്. അപ്പോൾ ഈ അള്ളാഹു ഈ വക്കഫ് കൊടുത്ത സ്വത്ത് ഇങ്ങനെ സൂക്ഷിച്ചുകൊള്ളും. അത് പരമ്പരയായി കൈമാറാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെതാണ്. കേട്ടാൽ ഇതൊക്കെ നല്ല ഭംഗിയാണെങ്കിൽ മദീനയിലുമൊക്കെ ഇങ്ങനെ സ്ഥലം ലഭിച്ചു. അപ്പോഴും മുഹമ്മദ് പറഞ്ഞു അത് വഴിപോക്കർക്ക്, സാധുക്കൾക്ക്, അനാഥർക്കൊക്കെയാണ്. പക്ഷെ നമുക്കിന്നറിയാം മക്കയിലും മദീനയിലും ആ പരിസരങ്ങളിലൊന്നും ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന അനാഥരാരാണ്? ഇവരുദ്ദേശിക്കുന്ന വഴിപോക്കരാരാണ്? ഇതേ പ്രചാരവേല ഇവിടെയും നടക്കുന്നു. വഴിയാത്രക്കാർക്ക് കടന്നിരിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇതെന്ന് പറയുമെങ്കിൽ തത്വത്തിൽ ഇത് അമുസ്ലിങ്ങൾക്ക് ഈ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്നുള്ളതാണ് സത്യം. അതിൽ നിയമതടസ്സം ഉണ്ടെന്നാൽ മറിച്ച് ഇത് കൈയാളുന്ന ആളുകൾ ഈ രൂപത്തിലൊന്നുള്ള ഉദാഹരണം പ്രകടിപ്പിക്കും. അവര് തീരുമാനിക്കും, വഖഫ് ബോർഡിന്റെ ആളുകൾ തീരുമാനിക്കും ആരാണ് അഗതികൾ, ആരാണ് അനാഥർ, ആരാണ് വഴിയാത്രക്കാർ. അവരിൽ മുസ്ലിങ്ങൾ ഉണ്ടാകണോ, അമുസ്ലിങ്ങൾ ഉണ്ടാകണോ, ആർക്കു വേണ്ടിയാണ് ഈ വഖഫ് എല്ലാം അവര് തീരുമാനിക്കും. ഓൾ ഇൻ ഓൾ മുസ്ലിങ്ങൾ. നമ്മളാരും കാണാറില്ല. അതൊക്കെ ചരിത്രം, അത് പോയിക്കൊള്ളട്ടെ. ഇവിടെ അലിയർ കാസ്മി പോലുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ ഈ സ്വത്തുക്കളൊക്കെ തന്നെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അത് ഇങ്ങനെ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകുന്നത് മോശമാണെന്നും ഒക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ആളുകൾക്ക് ഈ വഖഫ് ബോർഡ് എന്താണെന്നൊന്നും വലിയ പിടിയില്ലെന്നു മാത്രമല്ല, പിടി കിട്ടിയ ആളുകൾ പോലും അത് തുറന്നു പറയാൻ മടിക്കുന്നു. നാളെ ഈ കിരാതമായ മതനിയമത്തിന്റെ കീഴിൽ, ഈ മതനിയമത്തിന്റെ ഭീകരതയിൽ നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതും പൂർവികരിൽ നിന്നും ലഭിച്ചതുമായ സ്വത്തുവകകളിൽ ഇവർ അവകാശവാദം ഉന്നയിച്ച് നമ്മളെ കുടിയാന്മാരായി, കുടിയേറ്റക്കാരായി പ്രഖ്യാപിച്ച് പുറത്താക്കുകയും അവരെ പിന്തുണയ്ക്കാൻ ഒരു രാഷ്ട്രീയ സംഘം മുന്നോട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം അതിവിദൂരമല്ല. ഈ പോക്കാണെങ്കിൽ അന്ന് എന്തുകൊണ്ട് ഞാൻ അന്ന് ഇതൊക്കെ പ്രതികരിച്ചില്ല? അന്ന് ശക്തമായ രൂപത്തിൽ ഇന്ന ആളുകൾ നൽകിയ മുന്നറിയിപ്പുകൾ ഞാൻ ശക്തമായ രൂപത്തിൽ അതിൽ മനസ്സിലാക്കി ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥ എനിക്ക് വരില്ലായിരുന്നല്ലോ എന്ന് സ്വന്തം തലയ്ക്ക് കൈവച്ച് കരയാം. നമ്മുടെ നാട്ടിൽ 1954 ഈ വഖഫ് ബോർഡ് എന്നൊരു സംവിധാനം ഉണ്ടാകുന്നത്. അത് 1995 ആകുമ്പോഴേക്കും വഖഫ് ബോർഡ് ആക്ട് തന്നെ ഉണ്ടാക്കുക. ഈ വഖഫ് ബോർഡ് ആക്ട് വലിയ തരക്കേടില്ലാതെ ഇവിടെ പ്രവർത്തിച്ചു. പരിമിതമായ കാലം കൊണ്ട് അത് ഇന്ത്യയിലെ തന്നെ 3ാമത്തെ ആസ്തിയുള്ള ഒരു സംവിധാനമായി മാറി. 3ാമത്തെ ആസ്തി എന്ന് പറയുമ്പോൾ 1ാമത്തെ ആസ്തി നമ്മുടെ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനമായ പ്രതിരോധ വകുപ്പിന്റെ പൊതുമേഖലയ്ക്ക് തന്നെയാണ് ആസ്തി കൂടുതൽ. ഏറ്റവും അധികം ആസ്തി പ്രതിരോധ വകുപ്പിന്റെ ഭൂമിക്കും അനുബന്ധമായ സ്ഥാപനങ്ങൾക്കുമാണെങ്കിൽ 2ാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യൻ റെയിൽവേയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് 3ാം സ്ഥാനത്ത് വഖഫ് ബോർഡ് വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യയിലെ ആ സ്വത്തിന്റെ എത്ര ഭാഗമാണ് ഇവിടെ എത്തുന്നത്. അത് എങ്ങനെയാണ് പ്രതിരോധ വകുപ്പ് ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ തൊട്ടടുത്ത സമ്പന്നമായ ഒരു സ്ഥാപനമാകുന്നത് പഠിക്കേണ്ടത്. ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം സഹോദരന്മാരെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കി എന്നാണ് പറയുന്നതെങ്കിൽ അത് വിശ്വസിക്കാനും മാത്രം നമ്മൾ ആരും മദ്രസ പൊട്ടന്മാരല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അത്തരത്തിലുള്ള പരാമർശമുണ്ട്. ഇത് ദീപികയ്ക്ക് ജോഷിയച്ചൻ അദ്ദേഹത്തിന്റെ മുഖപ്രസംഗം എഴുതുന്ന വഴിക്ക് വളരെ കൃത്യമായിട്ട് ഇത്തരം ചില വിവരങ്ങൾ എത്തുമ്പോൾ ഈ അലിയാർ കാസിമിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് അച്ഛന്റെ സത്യത്തില് അലിയാർ കാസിമിയെ ലെബനനിലേക്കോ ഗാസയിലേക്കോ പാകിസ്ഥാന്റെ അതിർത്തിയിലേക്കോ അയക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒരു പേജർ കൂടി അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുത്താൽ ജൂതൻ ബാക്കി ഓപ്പറേറ്റ് ചെയ്തോളും, കാര്യങ്ങൾ എളുപ്പമാകും. കാരണം അദ്ദേഹത്തെ കാത്ത് 72 ഹൂറികൾ ഇങ്ങനെ ജാഗ്രതയോടുകൂടി അക്ഷമരായി കാത്തിരിക്കുന്നുണ്ട്. ഒന്നുമല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ പോലെ തീഹാർ ജയിലിൽ പോയി നിരാശരായിട്ട് ജീവിക്കാതെ അദ്ദേഹത്തിന് പെട്ടെന്ന് എത്തേണ്ടിടത്ത് എത്താൻ സാധിക്കും. കാരണം അദ്ദേഹം ആ വിഷയത്തിലാണ് അവരെയൊക്കെ വെള്ളപൂശി സംസാരിക്കുന്നത്. ഓക്കെ, സ്വത്തല്ല എന്നൊക്കെയാണ്. അങ്ങനെ ഇന്ത്യയുടെ സ്വത്ത് അലിയാർ കാസിമിയുടെയും എന്റെയും ജോഷിയച്ചന്റെ ഒക്കെ പിതാക്കന്മാരുടെ തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല.
അല്ല നമ്മളാരും ഉണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ എല്ലാ പൂർവീകരുടേതാണ്. അത് ഇന്ത്യയുടെ സ്വത്താണ്. അതിലെങ്ങനെയാണ് ഏകദേശം 9 ലക്ഷം ഏക്കറോളം സ്ഥലങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ തൊട്ടടുത്ത് ഉള്ള അത്രയും ആസ്തി കൃത്യമായി വഖഫ് ബോർഡിന്റെ പക്കൽ എത്തിച്ചേരുന്നത് എന്നുള്ള ആ സംഭവത്തെ പറ്റി ഒന്ന് പഠിക്കുകയും ഒപ്പം തന്നെ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ ഭേദഗതി ദോഷകരമാണോ ഗുണപരമാണോ? ശരിക്കും പറഞ്ഞാൽ ഈ ഭേദഗതി അല്ല വേണ്ടത്, ഈ നിയമം റദ്ദ് ചെയ്യലാണ് അനിവാര്യമായിട്ടുള്ളത്. അതെന്തിനാണ് ഇവർ പഠിക്കുന്നതെന്നറിയില്ല. ഇനി ബാങ്കിന്റെ ശബ്ദം എത്രത്തോളം കേൾക്കുന്നോ അത്രയും ഭാഗങ്ങൾ നമ്മുടേതാണ് എന്ന് പറഞ്ഞു വഖഫ് ഒരു അധികാര അവകാശത്തിന് വേണ്ടി വരുമോ എന്നുകൂടി നോക്കണം. അതുപോലെ പാർലമെന്റ് മന്ദിരം വഖഫിൻ്റെതാണ് എന്ന് അവകാശപ്പെട്ട് വരാം. കാരണം സുപ്രീം കോടതി അവരുടേതാണെന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞു. മൊത്തത്തിൽ സമൂഹത്തിന് എന്നും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നമുക്കിതിന്റെ ആധികാരികമായ നിയമരേഖകളിൽ തന്നെ പരിശോധിക്കാം എന്താണ് ഈ വഖഫ്. ഞാൻ എൻ്റെ നിർവചനം പറഞ്ഞു കഴിഞ്ഞു. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടഞ്ഞു വെക്കുക, ദൈവിക കാര്യത്തിന് വേണ്ടി തടഞ്ഞു വെക്കുക എന്ന ആണ് അറബി പദത്തിന്റെ അർത്ഥം. അപ്പോൾ വഖഫ് ആക്ടിലെ 3 വകുപ്പ് അതിന്റെ 6ാമത്തെ ആർട്ടിക്കിൾ ഇതിനെ കൃത്യമായി തന്നെ നിർവചിക്കുന്നുണ്ട്. വഖഫ് എന്നാൽ മുസ്ലിം നിയമത്തിൽ അംഗീകരിക്കപ്പെട്ട പുണ്യമോ മതപരമോ ധർമ്മപരവുമായ ഏതെങ്കിലും ആവശ്യത്തിൽ ഏതൊരു വ്യക്തിയും നടത്തുന്ന താഴെപ്പറയുന്ന ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ ശാശ്വതമായ സമർപ്പണമാകും. അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് ആദ്യം തോന്നും ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡൊണേഷൻ ആയിട്ടുള്ള ഒരു ഭൂമിയല്ലേ, അത് സ്വാഭാവികമായിട്ടും വഖഫിന് കൊടുക്കുന്നത് ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കില്ല, അത് മുസ്ലിം ആയിരിക്കില്ല. പിന്നെ നമുക്ക് എന്താണ് അതിൽ ഇത്ര ആകാംക്ഷ, അല്ലെങ്കിൽ അതിലെന്താണ് കുഴപ്പം? അപ്പൊ ഇനിയാണ് അതെ, ഇതിന്റെ ട്വിസ്റ്റ് കിടക്കുന്നത് അവിടെയാണ്. സാധാരണഗതിയിൽ അള്ളാഹുവിന് കൊടുക്കേണ്ടത് വഖഫാണ്, വിശ്വാസികളുടെ സമ്പത്താണ് വഖഫായിട്ട് കൊടുക്കേണ്ടത്. ഇതിനകത്ത് മൻമോഹൻ സിംഗും നെഹ്റുവും ഒക്കെ കൂടി, നെഹ്റു ഉണ്ടാക്കി മൻമോഹൻ സിംഗ് കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തു. ആ മുസ്ലിങ്ങൾക്കും വഖഫ് കൊടുക്കാം, ആരാൻ്റെത് പിടിച്ചെടുത്ത് ഹലാലാക്കണ്ടേ, അങ്ങനെ ഒരു വകുപ്പ് കൂടി എഴുതി ചേർത്തു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. സഭകൾ എല്ലാവരും കൂടി, നിങ്ങൾ കോൺഗ്രസിനെ വെള്ളത്തിൽ കൊണ്ടുവന്നല്ലോ, ഒരുമിച്ച് നിന്ന് ഈ നിയമം റദ്ദ് ചെയ്യാനുള്ള നടപടികൾ ആവിഷ്കരിക്കുക. അങ്ങനെ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന രൂപത്തിൽ ഒരു ഒത്തുചേരൽ അത് സംഘടിപ്പിക്കുക. എത്ര പേര് കേരളത്തിൽ നിന്നും അതിലേക്ക് സംഘടിക്കുമെന്ന് അറിയാമല്ലോ. അത് ഭേദഗതി ചെയ്യലല്ല വേണ്ടത്, റദ്ദ് ചെയ്യലാണ് എന്ന യാഥാർത്ഥ്യം ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക. ഇവിടെ നിന്നൊക്കെയാണ് ആർജിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടോളൂ. ഒന്നാമതായിട്ട് ഉപയോഗത്താലുള്ള വഖഫ് എന്നാൽ അവ എത്ര കാലമായി ഉപയോഗത്തിലില്ലെങ്കിൽ കൂടി അത് ഉപയോഗിക്കുന്നില്ല എന്ന കാരണത്താൽ അത്തരം വഖഫ് അവസാനിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് ഘോരിയുടെ ഒക്കെ കാലത്ത് വഖഫിനാക്കി നീക്കി വെച്ച സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം ഉപയോഗിക്കാതെ കിടന്നു വിചാരിക്കുക, കുറെ ഏക്കർ കണക്കിന് സ്ഥലം വഖഫിന് മാറ്റിയതാണ് എന്ന് ക്ലെയിം ചെയ്യുകയും അത് ഇന്ത്യയുടെ ഭാഗമായി കിടക്കുന്ന ഭൂമിയാണ്, അതിങ്ങനെ കൈവശം വെച്ചു, അത് വഖഫിനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നും വഖഫിന്റെ തന്നെയാണ്, മാറ്റാനാവില്ല. കാരണം അള്ളാഹുവിന്റെ പേരിലായി കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ, അതായത് ഇവർക്ക് ക്ലെയിം ചെയ്യാൻ യാതൊരു പ്രൂഫും ആവശ്യമില്ല, ഒരു എവിഡൻസും ഇവർക്ക് വേണ്ട. ഇവരുടേതാണ് അതല്ലെങ്കിൽ വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആള് പിന്നീട് അവിടെ അന്യായക്കാരനായി പോയി.